സഹാബത്ത് പറഞ്ഞു നബിയേ അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ മതാഅ ഞങ്ങളെ ജീവിത വിഭവങ്ങളില്ലാതെ ഒന്നും കയ്യിലെടുക്കാനില്ലാതെ ഞങ്ങളെ കൂട്ടത്തിൽ കിടക്കുന്ന ദരിദ്രരുണ്ടല്ലോ അവരാണ് മുഫ്ലിസ് അവരാണ് പരമദരിദ്രര് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അല്ല സഹാബ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി എന്റെ സമൂഹത്തിൽ നിന്ന് കടന്നു വരാൻ പോകുന്ന ദരിദ്രന്മാർ അവരാരാ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവർ കടന്നു വരികയാ കയ്യിൽ പർവ്വത സമാനമായ നോമ്പുകളുണ്ട് പർവ്വത സമാനമായ സക്കാത്തുകളുണ്ട് സ്വതക്കകളുണ്ട് ഇങ്ങനെ സർവമാന അഅ്മാലുകളുമായിട്ട് അവർ വരികയാണ് വല്ലവനെയും ചീത്ത വിളിച്ചിട്ടാണ് അവൻ ഇവിടേക്ക് വരുന്നത് ആരോപണത്തിന്റെ ചാട്ടുളി എറിഞ്ഞിട്ടോ ഈ മഹ്ശറിൽ ഇവൻ വന്നു നിൽക്കുന്നത് മുത്ത് റസൂൽ പറയുകയാണ് ഇവനാണ് പാപ്പര് ഇവനാണ് പരമദരിദ്രന് കാരണം എന്തെന്നറിയുമോ എല്ലാം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് പ്രയാസത്തിലാക്കി അകാരണമായ മറ്റുള്ളവരുടെ മുഴുവനും സ്വന്തമാക്കി ആരോപണങ്ങൾ പറഞ്ഞു നടന്നിട്ട് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാ എല്ലാ സൽപ്രവർത്തനം മുൻപന്തിയിൽ ഇവൻ തന്നെയാ പക്ഷേ ഇവൻ വരുമ്പോൾ ഇവൻ ആരോപണം പറഞ്ഞ ആളുകളുണ്ടല്ലോ അവരെയും കൊണ്ടുവരികയാ ആരെയാണോ ഇവൻ ഉപദ്രവിച്ചത് അവരിലേക്ക് ആ നന്മയെ അല്ലാഹ് ഷെയർ ചെയ്യുകയാണ് അല്ലാഹ് എടുത്തു കൊടുക്കുകയാ ഉപദ്രവിക്കപ്പെട്ട ആരോപണം പറയപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അവന്റെ മുന്നിലുള്ള നീതി നടപ്പാക്കും മുമ്പ് നന്മകൾ ഇവനിലങ്ങ് തീർന്നു പോയാൽ ആരോപണം പറയപ്പെട്ടവൻ ആക്രമിക്കപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവമാന പാപങ്ങളുമുണ്ടല്ലോ ചെറുതും വലുതുമായ ദോഷങ്ങളുണ്ടല്ലോ അത് മുഴുവനും അല്ലാഹ് എടുക്കുകയാ അതിനെ എടുത്ത് ആരോപണം പറഞ്ഞ് നടന്നവന്റെ ഉപദ്രവകാരിയായി നടന്നവന്റെ തലയിൽ കിട്ടുകയാ കത്തിക്കാളുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുകയാ കാരണം എന്താ ഈ അവസാന നിമിഷം അവനിൽ ശേഷിച്ചത് അവൻ ചെയ്ത തെറ്റുകളും അവൻ ഉപദ്രവിച്ച ആളുകൾ ചെയ്ത തെറ്റുകളും മാത്രമാണ് ബാക്കിയുള്ളത് മുഴുവനും മറ്റുള്ളവർ കൊണ്ടുപോവുകയാ മുഅ്മിനീങ്ങളെ ഉടനടി നമ്മൾ പൊരുത്തപ്പെടിക്കലുകൾ നടത്തേണ്ടതുണ്ട്